ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. സോ ഞാനും ഉമ്മയാണ് ഡിന്നർ കഴിക്കാൻ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. ഡാനിയെ കൊണ്ടുവന്ന ഡാനി അവിടെ മൊത്തം മെസ്സാക്കും. ആർക്കും നല്ലതുപോലെ കഴിക്കാനും പറ്റില്ല, അവനും പറ്റില്ല. അങ്ങനെ അവനുള്ള ഫുഡ്സൊക്കെ അവനെന്ത് നമ്മൾ വേണമെന്ന് പറഞ്ഞോ അതിൻ്റെ ഇരട്ടിയായിട്ട് അവർ നമുക്ക് റൂമിൽ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും നല്ല കസ്റ്റമർ കെയർ സർവീസായിരുന്നു അവരുടേത്. പിന്നീട് ചെല്ലുമ്പോൾ തന്നെ കാണുന്ന സീൻസ് നമ്മുടെ കണ്ണും മനസ്സും വയറും എല്ലാം നിറയ്ക്കും. സോ നമുക്ക് ഒത്തിരി ഒന്നും കഴിക്കാൻ പറ്റില്ല. ഈ ഇരിക്കുന്ന സ്വീറ്റ്സൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. വെറൈറ്റീസ് ഓഫ് പേസ്ട്രീസും നല്ല കുഞ്ഞി സ്വീറ്റ്സും പേരൊന്നും എനിക്കെല്ലാത്തിൻ്റെ ഒന്നും അറിയത്തില്ല. പിന്നെ ബർഫീസും കുക്കീസും എല്ലാ സ്വീറ്റ്സും എല്ലാ ഫുഡ്സും ചിക്കൻ, ബീഫ്, മീറ്റ്, പിന്നെന്താ ഫിഷ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്നിന് മിച്ചമായിരുന്നു. അടിപൊളിയായിരുന്നു. കേരള സ്റ്റൈൽ വേണ്ടവർക്ക് അതുണ്ടായിരുന്നു, കോണ്ടിനെൻ്റൽ, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ഫുഡ്സും അവൈലബിൾ ആയിരുന്നു. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. അവർ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ, നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ അവർ നമ്മളടുത്ത് എന്ത് വേണമെന്ന് വെച്ചാലും എപ്പോഴും നമ്മളുടെ ചുറ്റിനും ആരെങ്കിലും ഒരാളുണ്ടായിരിക്കും എന്നും പറഞ്ഞ് നമുക്കതൊരു ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യത്തതേ ഇല്ല കേട്ടോ. ലൈക്ക് നമ്മുടെയൊക്കെ ഒരു ബ്രദറിനെയൊക്കെ പോലെ അവർ നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കൊരു ചമ്മലോ അല്ലെങ്കിൽ അതെടുത്ത് കഴിക്കാൻ പോകാൻ അങ്ങനെയൊന്നുള്ള ഒരു ഫീലും ഇവിടെ വന്നാൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് നല്ല സ്റ്റാഫിൻ്റെ കോപ്പറേഷൻ പറഞ്ഞിരിക്കാതിരിക്കാൻ പറ്റില്ല. അടിപൊളിയാണ് അവർ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട അവിടെ ഇല്ലാത്ത സംഭവങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ പോലും നമുക്കത് സെർവ് ചെയ്യുന്നുണ്ട്, ചൂടോടെ എല്ലാ ഐറ്റംസും.